ഹായ് ഹലോ ദിസ് ഇസ് അഫ്ല മാത്സ് ഫൗണ്ടേഷൻ സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSC RRB ബാങ്ക് അതേപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മാത്സിന്റെ ബേസിക്സ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ആണ് ഇതെന്ന് പറയുന്നത്. സോ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേലിസ്റ്റിലും ഈ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ വീഡിയോയും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് മുന്നേറാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഡിവിസിബിലിറ്റി റൂൾസ്. ഓരോ നമ്പറിന്റെയും ഡിവിസിബിലിറ്റി റൂൾ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഏതൊക്കെ നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ നമ്പേഴ്സിനെ കൊണ്ട് ഡിവിസിബിൾ അല്ല, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2. അതായത് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഒരു നമ്പർ എപ്പോഴാണ് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു ഈവൻ നമ്പർ ആകണം. എപ്പോഴാണ് ഒരു നമ്പർ ഈവൻ നമ്പർ ആകുന്നത്? ഇഫ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2. അതായത് ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താക്കുക 2നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആയിരിക്കും. ഈവൻ നമ്പർ എല്ലാം എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണ്? 2നെ കൊണ്ട് എന്താണ് ഡിവിസിബിൾ ആണ്. നമുക്ക് അറിയാവുന്ന കേസാണ്, പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞോളൂ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിവിസിബിലിറ്റി ഓഫ് 4. ഡിവിസിബിലിറ്റി ബൈ 4. അതായത് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് റൂൾ? എന്താണ്? ഇഫ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. ഒരു നമ്പറിന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് ഓഫ് ദി നമ്പർ ഡിവിസിബിൾ ബൈ 4. ഒരു നമ്പറിന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് 4നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? ആ നമ്പർ മൊത്തത്തിൽ എന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 4നെ കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1532. 1532 4ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. നമുക്കറിയാം 1532ന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് എന്താ വരുന്നത്? 32 ആണ് വരുന്നത് അല്ലെ. 1532ന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് എന്താണ്? 32 ആണ്. നമുക്കറിയാം 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ. 8 into 4 ആണ് എന്തെന്ന് പറയുന്നത്? 32 എന്ന് പറയുന്നത്. സോ 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ ലാസ്റ്റ് ടു ഡിജിറ്റ് 4നെ കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെങ്കിൽ 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എന്തായിരിക്കും? 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഒരു നമ്പറിന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ മൊത്തത്തിൽ എന്തായിരിക്കും? 4നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 253,698. ഇതെന്താണ് ചെക്ക് ചെയ്യണം? നമുക്ക് 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. അതിന് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? അതിന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് എന്തായിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ഇവിടെ ലാസ്റ്റ് ടു ഡിജിറ്റ് എന്താ വരുന്നത്? 98 ആണ് വരുന്നത്. 98 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലെ. നമുക്കറിയാം 100 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ അല്ലെ. 25 into 4 എന്താണ്? 100 ആണ്. 100 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 100ന്റെ തൊട്ട് മുന്നേ വരുന്ന 4ന്റെ മൾട്ടിപ്പിൾ എന്താണ്? 96 ആണ്. അപ്പൊ 98 എന്തല്ല? 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 98 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് ഈ മൊത്തം നമ്പർ 253698 എന്തിനെ കൊണ്ട് ഡിവിസിബിൾ അല്ല? 4നെ കൊണ്ട് എന്തല്ല? ഡിവിസിബിൾ അല്ല. ക്ലിയർ ആയല്ലോ? സോ ഒരു നമ്പർ 4നെ കൊണ്ട് ഡിവിസിബിൾ ആകാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? അതിന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ് എന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 8ന്റെ റൂളാണ്. എന്താ? ഡിവിസിബിലിറ്റി ബൈ 8. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലോ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സോ അതിനെന്താണ്? ഇഫ് ലാസ്റ്റ് ത്രീ ഡിജിറ്റ് ഓഫ് ദി നമ്പർ ആർ ഡിവിസിബിൾ ബൈ 8. ഒരു നമ്പറിന്റെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് 8നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, ഒരു നമ്പറിന്റെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് 8നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ മൊത്തത്തിൽ എന്തായിരിക്കും? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ 8ൽ ഡിവിസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3891,718. ഈ നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് അതിന്റെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. സോ ഇതിന്റെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് എന്താണ്? 718 ആണ്. 718 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാ ചെക്ക് ചെയ്യുക? 718 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക? 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 718നെ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് റിമൈൻഡർ 0 ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കും? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ മൊത്തത്തിൽ എന്തായിരിക്കും? 8നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ബുദ്ധി ഉപയോഗിക്കാം. നമ്മുടെ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 8 into 9 എന്താണ്? 72 ആണ് അല്ലെ. 8 into 9 72 ആണ്. 8 into 90 എന്താണ്? 720 ആണ്
അല്ലെ? 8 into 90 എന്താണ്? 720 ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 720 എന്ന് പറഞ്ഞാൽ എന്താണ്? 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ? 720 എന്ന് പറയുന്നത് എന്താണ്? 8ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 720ക്ക് തൊട്ട് മുന്നേ വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 712 അല്ലേ? അല്ലെ? 720ക്ക് തൊട്ട് മുന്നേ വരുന്ന 8ന്റെ മൾട്ടിപ്പിൾ എത്രയാണ്? അതിന്ന് 720 8 മൈനസ് ചെയ്താൽ മതി, എത്ര കിട്ടും? 712 കിട്ടും. അങ്ങനെയാണെങ്കിൽ 718 എന്തല്ല? 718 എന്തല്ല? 8ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല അല്ലെ? സോ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്പേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ എന്ത് വേണം? പരിചയം വേണം. എങ്ങനെയാണ് നമ്പേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ പരിചയപ്പെടുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്പേഴ്സിന്റെ ഡിഫറെന്റ് ഫോംസ് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിലോട്ട് കയറും. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാത്ത ആൾക്കാരും എന്ത് ചെയ്യും? ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? സമയം കളയും. നമ്മൾ അതിന് നിൽക്കരുത്. കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്പേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആവുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ 718 എന്തെല്ലാന്ന് മനസ്സിലായിട്ടുണ്ട്. 8ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലാന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ അല്ല? 8നെ കൊണ്ട് എന്തല്ല? ഡിവിസിബിൾ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്കൊരു കാര്യം നോട്ട് ചെയ്യാണ്ട്. നോക്കി ശ്രദ്ധിച്ചേ. 2⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. 2ന്റെ റൂൾ എന്താണ് നമ്മൾ പഠിച്ചത്? 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ന്റെ റൂൾ എന്താണ് നമ്മൾ പഠിച്ചത്? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2² എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ് അല്ലെ? 2² എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. 4ന്റെ റൂൾ നമ്മൾ എന്താ പഠിച്ചത്? അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇനി അടുത്ത നമുക്കറിയാം 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ആണ്. സോ 8ന്റെ റൂൾ എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ? ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കും? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ന്റെ റൂൾ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കും? 8ന്റെ മൾട്ടിപ്പിൾ. ഇപ്പൊ നമുക്ക് ആ ട്രെൻഡ് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അങ്ങനെയാണെങ്കിൽ 2⁴ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 16 ആണ്. അങ്ങനെയാണെങ്കിൽ 16ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞു നോക്കിയേ. 16ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ലാസ്റ്റ് 4 ഡിജിറ്റ് എന്തായിരിക്കും? 16ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ? 16ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ലാസ്റ്റ് 4 ഡിജിറ്റ് എന്തായിരിക്കും? 16ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി അടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താ? 2⁵ എന്താണ്? 2⁵ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ആണെന്നറിയാം അല്ലെ? 2⁵ എന്താണ്? 32 ആണ്. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. 32ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? അതിന്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് എന്തായിരിക്കും? 32ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ലാസ്റ്റ് 5 ഡിജിറ്റ് എന്തായിരിക്കും? 32ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ട്രെൻഡ് മനസ്സിലിട്ടല്ലോ. ഇതേപോലെ എന്തെങ്കിലും ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിലോട്ടും പോകും. പക്ഷെ ലാസ്റ്റ് 5 ഡിജിറ്റ് ഒന്നും നമ്മൾ എടുക്കാൻ നിൽക്കൂല. ശരിക്കും നമ്മൾ എന്ത് ചെയ്യാം? 8ൽ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. 16 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ റൂള് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇതിലോട്ട് പോവാണ്. എന്താണ്? ഡിവിസിബിലിറ്റി ഓഫ് 3. ഒരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ ആ നമ്പർ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ നമുക്ക് എന്ത് ചെയ്യണം? ഗസ് ചെയ്യണം. അതിന്റെ റൂൾ എന്താണ്? all such numbers the sum of whose digit are divisible by 3. ഒരു നമ്പറിന്റെ ഡിജിറ്റ് സം 3നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ 3നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1572 അല്ലെ? 1572ന്റെ ഡിജിറ്റ് സം എടുക്കണം. ഡിജിറ്റ് സം എന്ന് പറയുമ്പോൾ എല്ലാ ഡിജിറ്റ്സ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. 7 + 2 9, 9 + 1 10, 10 + 5 എന്ത് കിട്ടും? 15 കിട്ടും. ഡിജിറ്റ് സം എന്ത് കിട്ടി? 15 കിട്ടി. 15 എന്താണ്? 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 1572 ആയിരിക്കും 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ 3നെ കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? സോ ഒരു നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുക? അതിന്റെ ഡിജിറ്റ് സം എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. 678932. ഓക്കെ, 678932. നമുക്ക് എന്തെടുക്കണം? ഇതിന്റെ ഡിജിറ്റ് സം എടുക്കണം അല്ലെ? ഡിജിറ്റ് സം എത്ര കിട്ടുന്നത്? ഡിജിറ്റ് സം കിട്ടുന്നത് 35 ആണ് അല്ലെ? ഒന്ന് നോക്കട്ടെ. 678932 എത്രയാണ്? 35 ആണ് എന്ത് കിട്ടുന്നത്? ഡിജിറ്റ് സം കിട്ടുന്നത്. നമുക്കറിയാം 35 എന്ന് പറഞ്ഞാൽ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 35 എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇയാൾ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ അല്ല? 3നെ കൊണ്ട് എന്തല്ല? ഡിവിസിബിൾ അല്ല. ഓക്കെ, നമുക്ക് റൂള് പറയുമ്പോൾ ഡിജിറ്റ് സം എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. പക്ഷെ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി
സപ്പോസ് നമുക്കൊരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ അതിൽ 3ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അവരെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം 6, 7, 8, 9, 3, 2. ഇതിന്റെ 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരുന്നത്? 6 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന നമ്പേഴ്സ് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് 3ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ടോ നോക്കുക. അതും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 7 + 2 എന്താണ്? 9 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി എന്ത് വരുന്നുണ്ട്? 8 വരുന്നുണ്ട്. ഈ 8 എന്തിനെ കൊണ്ട് ഡിവിസിബിൾ അല്ല? ഇങ്ങനെ വരുന്ന ബാക്കി വരുന്ന നമ്പർ 3നെ കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അയാൾ എന്തല്ല, ആ നമ്പർ മൊത്തത്തിൽ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആവില്ല, 3നെ കൊണ്ട് എന്താവില്ല, ഡിവിസിബിൾ ആകില്ല. ഓക്കെ, സപ്പോസ് ഇപ്പം നമുക്കിപ്പം 6, 7, 8, 9, 3, 2, 1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ നമ്പർ എന്താണ്? 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? റൂള് പറയുമ്പോൾ ഡിജിറ്റ്സ് നമുക്ക് എടുക്കണം, പക്ഷെ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 3ന്റെ മൾട്ടിപ്പിൾസിനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പം 6, 9, 3. ഇനി അടുത്ത ഏതൊക്കെ വരും? 2 + 1 എന്താണ്? 3 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അടുത്തത് 7 + 8. 7 + 8 എന്താണ്? 15 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ. ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി ആരും വരുന്നില്ല. അങ്ങനെ ബാക്കി ആരും വന്നിട്ടില്ലെങ്കിൽ ഇയാൾ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും? 3നെ കൊണ്ട് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും. സോ റൂള് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും? ഡിജിറ്റ് സം 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എടുക്കും. പക്ഷെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3ന്റെ മൾട്ടിപ്പിൾസ് കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, 3ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 1 + 5 എന്താണ്? 6 ആണ്. ക്യാൻസൽ ചെയ്യാം. 7 + 2 9 ആണ്. ക്യാൻസൽ ചെയ്യാം. സോ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് പോയി. അതുകൊണ്ട് ഈ നമ്പർ എന്താണ്? 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്, അടുത്ത റൂളിലോട്ട് പോവാണ്. ഡിവിസിബിലിറ്റി ഓഫ് 9. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 9നെ കൊണ്ട് ഡിവിസിബിൾ ആണോ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ എന്താണ്? ഓൾ സച്ച് നമ്പേഴ്സ് ദ സം ഓഫ് ഹൂസ് ഡിജിറ്റ്സ് ആർ ഡിവിസിബിൾ ബൈ 9. 3നെ പറഞ്ഞ പോലെ തന്നെ 3ന്റെ കേസിൽ എന്തായിരുന്നു? ഡിജിറ്റ് സം എന്തായിരിക്കണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 9ന്റെ കേസ് എന്താണ്? ഡിജിറ്റ് സം എന്തായിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്താണ്? ഡിജിറ്റ് സം എന്തായിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഗിവൺ നമ്പർ എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 9നെ കൊണ്ട് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 4, 5, 9, 3, 2, 6. നമുക്ക് ഇവിടെ ഡിജിറ്റ് സം എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ 3ൽ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3ന്റെ മൾട്ടിപ്പിൾസ് കട്ട് ചെയ്തു. സോ 9ന്റെ കേസ് നമ്മൾ എന്ത് ചെയ്യാം, 9ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ക്യാൻസൽ ചെയ്ത് വെക്കാം. സോ ഇവിടെ ആദ്യം 9ന്റെ മൾട്ടിപ്പിൾസ് ഏതാണുള്ളത്? 4 + 5 എന്താണ്? 9 ആണ്. ക്യാൻസൽ ചെയ്യാം. 9 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ക്യാൻസൽ ചെയ്യാം. 6 + 3 എന്താണ്? 9 ആണ്. ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്ത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. ഇങ്ങനെ ബാക്കി 2 വന്നു കഴിഞ്ഞാൽ അയാൾ എന്തല്ല, 9നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. സോ ഈ നമ്പർ മൊത്തത്തിൽ എന്തല്ല, 9നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. സപ്പോസ് ഇവിടെ നമുക്കൊരു 7 കൂടി ഉണ്ടെങ്കിൽ ഈ 7ഉം 2 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ നമ്പർ മൊത്തത്തിൽ എന്തായിട്ട് മാറി? 9 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലായിട്ടുണ്ടാവല്ലോ? സോ 3ന്റെയും 9ന്റെയും ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് ഒറ്റയ്ക്ക് പറയാം. 3ന്റെ റൂൾ ആണെങ്കിൽ ഡിജിറ്റ് സം എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ന്റെ റൂൾ ആണെങ്കിൽ ഡിജിറ്റ് സം എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? 9ന്റെ മൾട്ടിപ്പിൾസ്, നമ്പറിൽ ഉണ്ടാകുന്ന 9ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഈ പരിപാടി ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിലോട്ട് പോവാണ്. ഡിവിസിബിലിറ്റി ബൈ 5. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 5നെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്, അത് റൂൾ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ ആ നമ്പർ മൊത്തത്തിൽ എന്തായിരിക്കും, 5നെ കൊണ്ട് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും. പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. എക്സാമ്പിൾ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിലോട്ട് പോവാണ്. എന്താണ്? ഡിവിസിബിലിറ്റി ബൈ 25. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 25ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 25നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ്, ഇഫ് ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ദി നമ്പർ ആർ ഡിവിസിബിൾ ബൈ 25. ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 25നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും, ആ നമ്പർ മൊത്തത്തിൽ എന്തായിരിക്കും, 25നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 153,275. ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താ വരുന്നത്, 75 ആണ് വരുന്നത്. നമുക്കറിയാം 75 എന്ന് പറഞ്ഞാൽ എന്താണ്, 25ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ മൊത്തത്തിൽ എന്തായിരിക്കും, 25നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 25ന്റെ മൾട്ടിപ്പിൾസ് എന്ന് എടുത്തു നോക്കിയേ. 25ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 25, 50, 75 and 100. 125, 150, 175 and 200. 225,
250, 275 and 300. സോ ഇങ്ങനത്തെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, എല്ലാ നമ്പറിന്റെയും ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ 25, 50, 75, 00 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25ന്റെ റൂള് ചുരുക്കി പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റില് 25, 75 25 mistake 25, 50, 75, 100 വന്നു കഴിഞ്ഞാൽ 25, 50, 75, 100 വന്നു കഴിഞ്ഞാൽ ആ നമ്പർ എന്തായിരിക്കും? ഒരു മിനിറ്റ്. സോ ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റില് 25, 50, 75 ആൻഡ് 100 വന്നു കഴിഞ്ഞാൽ ആ നമ്പർ എന്തായിരിക്കും? മൊത്തത്തിൽ 25നെ കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? 25ന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കും? 25ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷെ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും 25ന്റെ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റിൽ ഏതൊക്കെ നമ്പേഴ്സ് വരുന്നുള്ളൂ? 25, 50, 75 ആൻഡ് 100 അല്ല 00. 100 അല്ല 00. ഓക്കെ, ഇത്രയും വന്നു കഴിഞ്ഞാൽ ആ നമ്പർ മൊത്തത്തിൽ എന്തായിരിക്കും? 25നെ കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണല്ലോ? ഇനി വേണമെങ്കിൽ നമുക്ക് 125ന്റെ റൂളും കൂടി ഒന്ന് നോക്കാം അല്ലെ. 5ന്റെ റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആയിരിക്കണം. അതായത് ലാസ്റ്റ് ഡിജിറ്റ് 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 25ന്റെ റൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് അല്ലെ, ലാസ്റ്റ് 2 ഡിജിറ്റ് 25ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമുക്കറിയാം 5⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. 5 സ്ക്വയർ എന്താണ്? 25 ആണ്. 5 ക്യൂബ് എന്താണ്? 5 ക്യൂബ് 125 ആണ് അല്ലെ. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 125 ആണ്. അങ്ങനെയാണെങ്കിൽ 125ന്റെ റൂൾ എന്തായിരിക്കും? ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കും? 125ന്റെ മൾട്ടിപ്പിൾ ആക്കണം. എന്താണ് 125ന്റെ റൂൾ? എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം? 125ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് റൂളിലോട്ട് പോവാണ്. എന്താണ് നെക്സ്റ്റ് റൂൾ? എന്താ പറഞ്ഞത്? ഡിവിസിബിലിറ്റി ബൈ 7. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 7 കൊണ്ട് ഡിവിസിബിൾ ആകുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. സോ 7 കൊണ്ട് ഡിവിസിബിൾ ആണ് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല റൂളും കാണാൻ പറ്റും. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ റൂളാണ് ഞാൻ ഇവിടെ എന്തെന്ന് പറയാൻ പോകുന്നത്. നമുക്ക് എപ്പോഴും ഓർത്ത് നിൽക്കാൻ പറ്റിയ റൂളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ അതെന്താണ്? ഡബിൾ ദ ലാസ്റ്റ് ഡിജിറ്റ് ആൻഡ് സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദി റിമൈനിങ് ലീഡിംഗ് ട്രങ്കേറ്റഡ് നമ്പർ. If the result is divisible by 7, then was the original number. അതായത് ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിന് ഡബിൾ റിമൈനിങ് പാർട്ടിന് മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓൾ നമ്പർ എന്തായിരിക്കും? 7 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്പിൾ ആയിരിക്കും. മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 5, 2, 8, 7, 8. ഇതെന്താന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നല്ലോണം ശ്രദ്ധിക്കുക. റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എന്ത് ചെയ്യണം? റിമൈനിങ് പാർട്ട് എന്ത് ചെയ്യണം? റിമൈനിങ് പാർട്ട് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സോ ഇവിടുത്തെ കേസിൽ റിമൈനിങ് പാർട്ട് ഏതാണ്? 5, 2, 8, 7. അതിന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ലാസ്റ്റ് ഡിജിറ്റ് അതായത് 8ന്റെ ഡബിൾ 16 നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സോ 5, 2, 8, 7 16 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5, 2, 7, 1 എന്ന് കിട്ടും അല്ലെ. ഈ 5, 2, 7, 1 7ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ നമുക്ക് എന്ത് ചെയ്യില്ല, അറിയാൻ പറ്റില്ല, നമുക്ക് പരിചയമില്ല. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇതേ പ്രോസസ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. എന്ത്? ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എന്ത് ചെയ്യുക? റിമൈനിങ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. സോ ഇവിടെ റിമൈനിങ് പാർട്ട് 527. സോ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 1, അതിന്റെ ഡബിൾ 2. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 525 എന്ന് കിട്ടും. 525 7ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് എന്തെങ്കിലും അറിയുന്നില്ല. വീണ്ടും ഇതേ പ്രോസസ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യാം. അതായത് 52 എന്ത് മൈനസ് ചെയ്യണം? 5ന്റെ ഡബിൾ 10. 52 10 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 42 കിട്ടും. ഇങ്ങനെ കിട്ടുന്ന നമ്പർ 7ന്റെ മൾട്ടിപ്ലോ 0യോ ആണെങ്കിൽ, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന നമ്പർ 7ന്റെ മൾട്ടിപ്ലോയോ 0യോ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7.
സോ അവിടെ 42 എന്താണ് 6 into 7 42 ആണ്. 42 എന്താണ് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഗിവൺ നമ്പർ ഈ നമ്പർ എന്താണ് 7ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 7 കൊണ്ട് എന്താണ് ഡിവിസിബിൾ ആണ്. അപ്പം 7ന്റെ റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റും ഡബിൾ എന്ത് ചെയ്യുക, റിമൈനിങ് പാർട്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. ഇത് നമുക്കൊരു പരിചയമുള്ള നമ്പർ വരെ എന്ത് ചെയ്യുക, ഇതേ പ്രോസസ് നമുക്ക് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന പരിചയമുള്ള നമ്പർ 0യോ 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദാറ്റ് ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7 ഓർ മൾട്ടിപ്പിൾ ഓഫ് 7 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് ഈ റൂൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 7 റൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റൂളിലോട്ട് പോവാണ്. എന്താണ് ഡിവിസിബിലിറ്റി ബൈ 11. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ ആണോ നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, സോ എന്താണ് 11ന്റെ റൂൾ എന്താണ്, ദ ഡിഫറൻസ് ഓഫ് ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഇൻ ഓഡ് പ്ലേസസ് ആൻഡ് ദി സം ഓഫ് ഡിജിറ്റ്സ് ഇൻ ഈവൻ പ്ലേസസ് ഈസ് 0 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11 ഈസ് ഡിവിസിബിൾ. അതായത് ഒരു നമ്പറിന്റെ ഓഡ് പ്ലേസിൽ ഉണ്ടാകുന്ന ഡിജിറ്റ് സമ്മും ഈവൻ പ്ലേസിൽ ഉണ്ടാകുന്ന ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് 0യോ 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഒന്നും മനസ്സിലായിട്ടില്ല വിചാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5 2 6 8 4 5. ഇവിടെ നമുക്ക് എന്തെടുക്കണം, ഓഡ് പ്ലേസിൽ വരുന്ന, അതായത് ഓൾട്ടർനേറ്റീവ് ഡിജിറ്റ്സിന്റെ സം എടുക്കണം. ഓൾട്ടർനേറ്റീവ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 5 2 4 ഒരു സെറ്റ് അതാണ്. അടുത്ത സെറ്റ് എന്ന് പറയുമ്പോൾ 6 8 5. ഇവരെ സം എടുക്കണം. അതായത് 5 പ്ലസ് ആദ്യത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ 5 6 4 5 പ്ലസ് 6 പ്ലസ് 4. ഇതിന്റെ സം എത്ര വരുന്നത്, 15 ആണ് വരുന്നത്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 2 8 5 2 8 5. ഇതിന്റെ സം എത്ര വരുന്നത്, 15 തന്നെ വരുന്നത്. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡിജിറ്റ്സിന്റെ, അതായത് ഓഡ് പ്ലേസിൽ ഉണ്ടാകുന്ന ഡിജിറ്റ്സിന്റെയും ഈവൻ പ്ലേസിൽ ഉണ്ടാകുന്ന ഡിജിറ്റ്സിന്റെയും സമ്മിന്റെ ഡിഫറൻസ് 0യോ 11ന്റെ മൾട്ടിപ്ലോ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11. സോ ഇവിടുത്തെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ് എത്ര കിട്ടുന്നത്, 0 ആണ് കിട്ടുന്നത്. സോ 0യോ 11ന്റെ മൾട്ടിപ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്താണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. എന്താണ് റൂൾ, എന്താണ് ഓഡ് പ്ലേസിൽ ഉണ്ടാകുന്ന നമ്പേഴ്സിന്റെയും ഈവൻ പ്ലേസിൽ ഉണ്ടാകുന്ന നമ്പേഴ്സിന്റെയും ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് 0യോ 11ന്റെ മൾട്ടിപ്ലോ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഞാൻ ഒരു മെത്തേഡും കൂടി ഒന്ന് പറഞ്ഞുതരാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 8 1 7 8 6 6 5. ഇതെന്താണ്, നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ നമുക്ക് റൂൾ എന്തെന്നാണ്, ഓഡ് പ്ലേസിൽ ഉണ്ടാകുന്ന ഈവൻ പ്ലേസിൽ ഉണ്ടാകുന്ന ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് 0യോ 11ന്റെ മൾട്ടിപ്പിൾ ആകണം. പക്ഷെ അത് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അത് നമുക്ക് എന്ത് ചെയ്യണം, ആ നമ്പർ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ച് സമയം നഷ്ടപ്പെടും. സോ ഇതേ റൂൾ തന്നെ വേറെ ഡിഫറെന്റ് രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, അപ്രോച്ച് ചെയ്യാം. സോ ഇവിടെ എന്ത് ചെയ്യാം, നമ്പറിന് എന്ത് ചെയ്യാം, പെയർ ചെയ്യാം. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ടായിട്ടില്ലേ, 8 1 ഒരു പെയർ, 7 8 അടുത്ത പേർ, 6 6 അടുത്ത പേർ, 5 എന്തില്ല ആരുമില്ല, അപ്പൊ 5 ഒറ്റ കടന്നോട്ടെ. ഇവരുടെ ഡിഫറൻസ് എടുക്കുക, ഈ പെയേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് സം എടുത്തു കഴിഞ്ഞാൽ ഏത് റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ റൂള് തന്നെയാണ് ഞാൻ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 8ന്റെയും 1ന്റെയും ഡിഫറൻസ് എന്താണ്, 7 ആണ്. 7ന്റെയും 8ന്റെയും ഡിഫറൻസ് -1 ആണ് അല്ലെ. 7ന്റെയും 8ന്റെയും ഡിഫറൻസ് -1 ആണ്. 6ന്റെയും 6ന്റെയും ഡിഫറൻസ് 0 ആണ്. ഇവിടെ 5 മാത്രമേ ഉള്ളൂ, 5 എടുക്കാം. ഇവരെ സമ്മ് ഇങ്ങനെ പെയേഴ്സിന്റെ ഡിഫറൻസിന്റെ സമ്മ് 0യോ 11ന്റെയോ മൾട്ടിപ്ലോ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 7 - 1 6 6 + 5 എന്ന് കിട്ടും, 11 എന്ന് കിട്ടും. സോ 11 കിട്ടിയതിനെ കൊണ്ട് ദിസ് നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇതായിരിക്കും കുറച്ചും കൂടി ചെയ്യുന്നത് നല്ലത്. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രീനിൽ നോക്കിയിട്ട് നമുക്ക് ഈ ഡിഫറൻസ് എടുക്കാൻ പറ്റും. അല്ലാത്ത കേസ് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ നോക്കിയിട്ട് ഇത് ഇങ്ങനെ എഴുതി വെക്കണം, ഇത് എഴുതി വെക്കണം, പിന്നെ ഇതിന്റെ സം എടുക്കണം, ഡിഫറൻസ് എടുക്കണം, കുറച്ച് കഷ്ടപ്പെടാണ്. ടൈം നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. പ്രത്യേകിച്ച് CGL എക്സാമിലൊക്കെ സെക്ഷൻ ടൈം വരുന്നതിനെ കൊണ്ട് ടൈം എന്താണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഈസി ആയിട്ട് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനുള്ള മെത്തേഡ് എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കണം. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ഇപ്പൊ നമ്മൾ 2ന്റെ റൂള് പഠിച്ചു. എന്തായിരുന്നു 2ന്റെ റൂള്, ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം അല്ലെ, നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സോ 2ന്റെ റൂൾ എന്തായിരുന്നു, ലാസ്റ്റ്
ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണം അല്ലെ. 2ന്റെ റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണം അല്ലെ. 2ന്റെ റൂള് ലാസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണം. 4ന്റെ റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് 2 ഡിജിറ്റ് അല്ലെ, ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 00 അല്ലെ. അങ്ങനെയാണെങ്കിൽ അയാൾ എന്തായാലും 4നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അല്ലെ. ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 00 ആണെങ്കിലും ആ നമ്പർ എന്തായിരിക്കും? ഗിവൺ നമ്പർ എന്തായിരിക്കും? 4നെ കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ഇനി 8ന്റെ റൂൾ എന്താണ്? 8ന്റെ റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് 3 ഡിജിറ്റ് അല്ലെ, ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം? 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം? 000. ഈ പോയിന്റ് ഞാനവിടെ പറയാൻ മറന്നിട്ടുണ്ട്. ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 00 ആണെങ്കിൽ ദാറ്റ് ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 4. ഇനി 8ന്റെ റൂൾ ലാസ്റ്റ് 3 ഡിജിറ്റ് 8ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 000 ആണെങ്കിൽ ദാറ്റ് ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 8. ഓക്കെ, 8ന്റെ റൂൾ 2 4 8ന്റെ റൂൾ അതായിരുന്നു. ഇനി 3ന്റെയും 9ന്റെ റൂൾ എന്തായിരുന്നു? 3ന്റെയും 9ന്റെ റൂൾ എന്തായിരുന്നു അല്ലെ? 3ന്റെ റൂൾ എന്ന് പറയുമ്പോൾ ഡിജിറ്റ് സം 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 9ന്റെ റൂള് ഡിജിറ്റ് സം എന്തായിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3ന്റെയും 9ന്റെയും മൾട്ടിപ്പിൾസ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നമ്മൾ പ്രാക്ടിക്കൽ കേസ് നമ്മൾ ചെയ്തു പോയത്. ഇനി 3ന്റെയും 8ന്റെയും 9ന്റെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 25 125. 5ന്റെ റൂള് നമുക്കറിയാം, ലാസ്റ്റ് ഡിജിറ്റ് 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 25ന്റെ റൂള് ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം? 25ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ അവിടെ വരുന്ന നമ്പേഴ്സ് 25 50 75 100 ഇത്രയായിരുന്നു. 125ന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായിരിക്കണം? 125ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഇതാണ് 525 125ന്റെ റൂള്. ഞാൻ അടുത്ത് നമ്മൾ പഠിച്ചേക്കുന്നത് 7ന്റെ റൂളാണ് അല്ലെ. 7ന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റിന് ഡബിൾ റിമൈനിങ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്ട്രാക്ട് ചെയ്യണം. ഇങ്ങനെ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ റിമൈനിങ് പാർട്ടിനെ സബ്സ്ട്രാക്ട് ചെയ്ത് ഇത് ഏതുവരെ റിപ്പീറ്റ് ചെയ്യണം? നമുക്ക് ഒരു പരിചയമുള്ള നമ്പർ വരെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ പരിചയമുള്ള നമ്പർ 0യോ 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓൾ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 7 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ. ഇനി അടുത്ത് 11ന്റെ റൂൾ അല്ലെ. 11ന്റെ റൂൾ എന്താ നമ്മൾ പഠിച്ചത്? ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് 0യോ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അതാണ് 11ന്റെ റൂൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇവിടെ നമ്മൾ നോക്കാത്ത ഒരാൾ മാത്രമുള്ള എന്താണ്? 6 ആണ് അല്ലെ. ഇവിടെ നമ്മൾ നോക്കാത്ത എന്താണ്? 6ന്റെ റൂളാണ് നമുക്ക് നോക്കാത്തത്. ഒന്ന് പറഞ്ഞു നോക്കിയേ, 6ന്റെ റൂൾ എന്താണ് അല്ലെ. 6നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into 3 എന്ന് എഴുതാൻ പറ്റും അല്ലെ. 6നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into 3 എന്ന് എഴുതാൻ പറ്റും. സോ ഒരു നമ്പർ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അയാൾ എന്തായിരിക്കും? 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 144 അല്ലെ, അല്ലെങ്കിൽ 1446324. ഇതെന്താ നമുക്ക് ചെക്ക് ചെയ്യണം? 6ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി അല്ലെ. 6ന്റെ റൂൾ എന്താണ്? ഒരു നമ്പർ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ ദാറ്റ് ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6. സോ ആദ്യം നമ്മൾ 2ന്റെ റൂൾ അപ്ലൈ ചെയ്ത് നോക്കി. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 3ന്റെ റൂൾ നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾസിനെ ക്യാൻസൽ ചെയ്യാം. 6 3 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4ഉം 6ഉം 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 plus 2 6 ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്തത് 4 4 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 കിട്ടും. 9 എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ക്യാൻസൽ ചെയ്യാം. സോ മൊത്തത്തിൽ എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം അതെന്താണ്? 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 6ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സോ ഒരു നമ്പർ 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ ദാറ്റ് ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 6. ഓക്കെ, അപ്പൊ 6ന്റെ റൂൾ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12ന്റെ റൂൾ എന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് 12ന്റെ റൂള്? നമുക്ക് 12നെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 12നെ 1 into 12 എന്ന് എഴുതാം, 2 into 6 എന്ന് എഴുതാം, 3 into 4 എന്ന് എഴുതാം. പിന്നെ ഒന്നും പറ്റില്ല? ഇല്ല, വേറെ ഒന്നും പറ്റില്ല. ഇതിൽ 6 സെലക്ട് ചെയ്യും നമ്മൾ. 1 into 12നാണോ, 2 into 6 ആണോ, 3 into 4 ആണോ? നമുക്ക് 1 into 12 സെലക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സപ്പോസ് നമ്മൾ എടുക്കുന്ന റൂൾ 2 into 6 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഒരു നമ്പർ 12ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അല്ലെ, ഒരു നമ്പർ 12ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അയാൾ 2ന്റെയും 6ന്റെയും മൾട്ടിപ്പിൾ ആണെന്നാണ് ഇവിടുത്തെ റൂള്. ഈ റൂള് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റൂള് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു എക്സാമ്പിൾ പറയാം. 18 2ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ അല്ലെ.
18 എന്താണ് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 into 3 എന്താണ് 18 ആണ്. 6ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ ഇയാൾ എന്തല്ല 12ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, 12ന്റെ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 18 കാണാൻ പറ്റോ? ഇല്ല. അപ്പൊ നമ്മൾ എടുത്ത നമ്പർ എന്താണ്? തെറ്റാണ്. നമുക്ക് ശരിക്കും അവിടെ എന്താ എടുക്കേണ്ടത്? 3 into 4 ആണ് അല്ലെ. 12 എന്ന് പറഞ്ഞാൽ 3 into 4. ഈ നമ്പറാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ നമ്പർ സെലക്ട് ചെയ്യാൻ കാരണം? നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് കോ പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ റൂൾ കറക്റ്റ് ആവുള്ളൂ, ഡിവിസിബിലിറ്റി റൂൾ എന്താവുള്ളൂ? കറക്റ്റ് ആവുള്ളൂ. എന്താണ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് കോ പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ, എന്താണ് കോ പ്രൈം നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് കോ പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളുടെ ഡിവിസിബിലിറ്റി റൂൾ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, നോക്കിക്കേ, ഒരു നമ്പർ 12ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ, ഒരു നമ്പർ 12ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അയാൾ എന്തായിരിക്കണം? 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ മാത്രമേ അയാൾ എന്താകുള്ളൂ? 12ന്റെ മൾട്ടിപ്പിൾ ആകുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 144 എടുത്ത് നോക്കൂ അല്ലെ. 144 12 സ്ക്വയർ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. 144 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. 4 4 1 എന്താണ്? 9 ആണ് കിട്ടുന്നത്. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് 44 ആണ് വരുന്നത്. സോ അതും എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ മൊത്തത്തിൽ നമുക്ക് എന്താന്ന് പറയാൻ പറ്റും? 12ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല. 3നെ കൊണ്ടും 4നെ കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 12നെ കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ഇതാണ് 12ന്റെ റൂൾ. സോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എടുക്കാൻ പറ്റുള്ളൂ? കോ പ്രൈം നമ്പേഴ്സ് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ അല്ലെ. 2ഉം 6 എന്തല്ല, കോ പ്രൈം അല്ല. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 24ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. 24ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ കിട്ടുന്നത്? 24ന്റെ റൂൾ എന്ന് പറയുമ്പോൾ 24 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 into 24 എന്ന് എടുക്കാൻ പറ്റും, 2 into 12 എന്ന് എടുക്കാൻ പറ്റും, 3 into 8, then 4 into 6 ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും അല്ലെ. 24നെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അതിൽ ആരെ സെലക്ട് ചെയ്യും? 1ഉം 24 എടുത്തിട്ട് കാര്യമില്ല അല്ലെ. 2 12 എന്തല്ല? കോ പ്രൈം നമ്പേഴ്സ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂൾ എന്തായും? തെറ്റിപ്പോകും. 3ഉം 8ഉം എന്താണ്? കോ പ്രൈം പെയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4ഉം 6ഉം എന്തല്ല? കോ പ്രൈം നമ്പേഴ്സ് അല്ല. ഇവര് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂൾ എന്തായും? തെറ്റിപ്പോകും. സോ ഒരു നമ്പർ 24ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ, അയാൾ എന്തായിരിക്കണം? 3ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്തായിരിക്കണം? 3ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. മനസ്സിലായല്ലോ? സോ ഒരു നമ്പർ 24ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ 3ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ അതെന്താകുള്ളൂ? 24ന്റെ മൾട്ടിപ്പിൾ ആകുള്ളൂ. അപ്പം എങ്ങനെയാണ് റൂൾ എടുക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 66ന്റെ റൂൾ എന്തായിരിക്കും? 66ന് രണ്ട് കോ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ. 66 എന്ന് പറയുമ്പോൾ 6 into 11 ആണ്. 6ഉം 11 എന്താണ്? കോ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നമ്പർ 66ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? 6ന്റെയും 11ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരു നമ്പർ 66ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അയാൾ എന്തായിരിക്കണം? 6ന്റെയും 11ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 36ന്റെ റൂൾ അല്ലെ. 36ന് രണ്ട് കോ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എങ്ങനെ എഴുതാൻ പറ്റും എന്ന് ആലോചിക്കുക. 36നെ എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ. 36 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 into 4 ആണ് അല്ലെ. 9ഉം 4 എന്താണ്? കോ പ്രൈം നമ്പേഴ്സ് ആണ്. സോ ഒരു നമ്പർ 36ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അയാൾ എന്തായിരിക്കും? 9ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ അയാൾ എന്താകുള്ളൂ? 36ന്റെ മൾട്ടിപ്പിൾ ആകുള്ളൂ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ 72 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 into 8 ആണ് എന്തെന്ന് പറയുന്നത്? 72. സോ 72 എന്ന് പറഞ്ഞാൽ 9ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ ആയാൽ മാത്രമേ ഒരു നമ്പർ എന്താകുള്ളൂ? 72ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറുള്ളൂ. സോ ഇങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾ പല നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ ഇതേപോലെ എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കണം? കോ പ്രൈം നമ്പേഴ്സ് ആവണമെന്ന് പ്രത്യേകം എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ കുറച്ച് നോട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. എന്താ ഫസ്റ്റ് എന്താ പറയുന്നത്? If any number is made by repeating a digit 6 times, the number will be divisible by
3, 7, 11, 13, 21, 37 and 1001 etc. അതായത് ഒരു നമ്പർ ഒരേ ഡിജിറ്റ് സിക്സ് ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായതെങ്കിൽ ആ നമ്പർ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും? 3, 7, 11, 13, 21, 37 ആൻഡ് 1001 കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു നമ്പർ എങ്ങനെ ഉണ്ടായി? സിക്സ് ടൈംസ് എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു. 6 ഈ നമ്പർ എന്തിനെ കൊണ്ടൊക്കെ ഡിവിസിബിൾ ആണെന്നാ പറഞ്ഞത്? 3, 7, 11, 13, 21, 37 and 1001 ഇത്രയും നമ്പേഴ്സിനെ കൊണ്ട് ഡിവിസിബിൾ എന്നാ പറഞ്ഞത്. അതായത് ഒരു നമ്പർ ഒരു ഡിജിറ്റ് 6 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായതെങ്കിൽ ആ നമ്പർ ഇത്രയും നമ്പേഴ്സിനെ കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ a 6-digit number is formed by repeating a 3-digit number. For example, 256, 256 or 678, 678 etc. Any number of this form is always divisible by 7, 11, 13 and 1001 etc. അതായത് ഒരു 6-digit നമ്പർ എങ്ങനെ ഫോം ചെയ്തു? ഒരു 3-digit നമ്പർ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 6-digit നമ്പർ ഫോം ചെയ്തു. അതായത് ഇവിടെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? 256, 256. അതായത് 256 എന്ന് പറഞ്ഞാൽ 3-digit നമ്പർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് 256, 256 എന്ന് പറഞ്ഞാൽ ഒരു 6-digit നമ്പർ ഫോം ചെയ്തു. ഇങ്ങനെ ഫോം ചെയ്യുന്ന നമ്പർ എന്തിനെ കൊണ്ടൊക്കെ ഡിവിസിബിൾ എന്നാ പറഞ്ഞേക്കുന്നത്? 7, 11, 13 and 1001 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതൊരു നോട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഇതാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷന് വേണ്ടി പറയാണ്, ആലോചിച്ച് വെച്ചോ. 1001 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 7 into 11 into 13 ആണ്. സോ 1001 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7 into 11 into 13 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആണ്, പല ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യം വരുന്ന സാധനമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമ്മൾ നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി റൂൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇൻഫോർമേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് 5, 4, 3, 2, x, 7 is divisible by 9, then the digit in place of x is. ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എക്സിന്റെ ഡിജിറ്റ് അല്ല, എക്സിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം 5, 4, 3, 2, x, 7. ഇത് 9 കൊണ്ട് ഡിവിസിബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യും. 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ഡിജിറ്റ് സം എന്തായിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അല്ലാതെ നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ എന്ത് ചെയ്യും? ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് 9ന്റെ മൾട്ടിപ്പിൾസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് ഒഴിവാക്കാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 5ഉം 4ഉം 9 ആണ്, ക്യാൻസൽ ചെയ്യാം. 2ഉം 7ഉം 9 ആണ്, ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്ത് വന്നിട്ടുണ്ട്? 3 plus x വന്നിട്ടുണ്ട്. സോ ഇത് 9ന്റെ ഈ നമ്പർ മൊത്തത്തിൽ 9ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ 3 plus x എന്തായിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3നോട് കൂടി എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നെക്സ്റ്റ് 9ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടുക? അങ്ങനെയാണെങ്കിൽ x ഇക്വൽ എന്ത് കിട്ടണം? 6 കിട്ടണം. സോ ആൻസർ എന്താണ്? എക്സിന്റെ വാല്യൂ എന്താണ്? 6 ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് എക്സ് ഈസ് എ ഡിജിറ്റ് സച്ച് ദാറ്റ് 5824x ഈസ് ഡിവിസിബിൾ ബൈ 11, then x ഈക്വൽസ്. അതേ ക്വസ്റ്റ്യൻ തന്നെ. എന്താണ്? ഈ നമ്പർ 11നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ 11ന്റെ റൂൾ എന്താണ്? ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് എന്താകുക? 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദ ഗിവൺ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11 എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5824x. സോ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ 5, 2, x, 8, 4. സം എടുത്തു കഴിഞ്ഞാൽ 5 plus 2 plus x സം എത്ര കിട്ടും? 7 plus x എന്ന് കിട്ടും. അടുത്തത് 8 plus 4 എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. സോ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വലുതെന്ന് ചെറുത് എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള ചാൻസ് കുറവായിരിക്കും. ചില കേസ് നമുക്ക് എന്ത് ചെയ്യും? ചിലപ്പം തെറ്റിപ്പോകും. 7 plus x minus 12 ഒക്കെ എടുത്തതിന് തെറ്റാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും എന്ത് ചെയ്യുക? വലുതെന്ന് ചെറുത് എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട്. അപ്പം
12 മൈനസ് 7 പ്ലസ് എക്സ് എന്ത് കിട്ടും? 12 മൈനസ് 7 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 12 മൈനസ് 7 മൈനസ് എക്സ് എന്ന് വരും. വിച്ച് ഇസ് ഇക്വൽ ടു 12 7 പോയി കഴിഞ്ഞാൽ എന്താണ്? 5 ആണ്. സോ എന്ത് വരും? 5 മൈനസ് എക്സ് വരും. സോ അങ്ങനെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മിന്റെ ഡിഫറൻസ് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 11ന്റെ മൾട്ടിപ്പിൾ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും 5ന്ന് ഏതെങ്കിലും ഒരു ഡിജിറ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? 11ന്റെ മൾട്ടിപ്പിൾ കിട്ടില്ല. അവിടെ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 5ന്ന് എന്ത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 0 കിട്ടുക? 5ന്ന് എന്ത് തന്നെ സബ്സ്ട്രാക്ട് ചെയ്യണം? 5 തന്നെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഇക്വൽ ടു നമുക്ക് എന്താന്ന് പറയാൻ പറ്റുള്ളൂ? 5 എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ സാധനമാണ്. 11ന്റെ റൂൾ അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 2�71 പ്ലസ് 2�72 പ്ലസ് 2�73 പ്ലസ് 2�74 ഈസ് ഡിവിസിബിൾ ബൈ. അതായത് ഈ തന്നിരിക്കുന്ന നമ്പർ എന്തിനെ കൊണ്ട്, താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ 2�71 പ്ലസ് 2�72 പ്ലസ് 2�73 പ്ലസ് 2�74 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ നമ്പർ. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഒരു 2�71 കോമൺ ആയിട്ടുണ്ട്. അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2�71 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? അല്ലെ, 2�71 2�71 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 1 ആണ്. പ്ലസ് 2�72 അല്ലെ, 2�72 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2�71 into 2 എന്ന് എഴുതാൻ പറ്റും. അതിൽ 2�71 പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 2 ആണെന്നായിരിക്കും വരിക. സോ ഇവിടെ എന്ത് കിട്ടും? 2 പ്ലസ് 2�73 2�71 പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 2 സ്ക്വയർ എന്ന് കിട്ടും. 2�74 2�71 പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 2�3 എന്ന് കിട്ടും. വിച്ച് ഇസ് ഇക്വൽ ടു 2�71 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8 പ്ലസ് 2 10 15 എന്ന് കിട്ടും. വിച്ച് ഇസ് ഇക്വൽ ടു 2�71 into 15 എന്ന് കിട്ടി. സോ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 അല്ല, 15 3ന്റെയും 5ന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ ഓപ്ഷനിൽ എന്തില്ല? 3ഉം 5ഉം ഒന്നുമില്ല. അപ്പൊ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. ആ 2�71നെ ഈ 2�71 ഞാൻ എങ്ങനെ എഴുതി? 2�70 into 2 എന്ന് എഴുതി. ഇൻറ്റു 15 ഞാൻ 5 into 3 എന്ന് എഴുതി. അല്ലെ, 2 into 5 എന്താണ്? 10 ആണ്. അപ്പൊ എനിക്ക് 2�70 into 10 into 3. അതായത് ഈ നമ്പർ എന്തിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 10ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് എന്തായിട്ടുണ്ട്? മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ this number is a multiple of 10 ആണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളൂ. നമുക്ക് സേർട്സ് ആൻഡ് ഇൻഡീസിന് കുറച്ച് അപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ ഈ പുറത്തേക്ക് എടുത്തത് ചിലപ്പോൾ ക്ലിയർ ആകാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. സോ അവരെന്ത് ചെയ്യുക? സേർട്സ് ആൻഡ് ഇൻഡീസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുന്നവർ എന്ത് ചെയ്യുക? ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? The divisor is 321, the quotient is 11 and the remainder is 60. Find the dividend. അതായത് ഒരു നമ്പറിന്റെ ഡിവൈസർ 321 ആണ്, കോഷ്യന്റ് 11 ആണ്, റിമൈൻഡർ എന്താണ്? 260 ആണെങ്കിൽ ഡിവിഡൻഡ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം? ഡിവൈസർ എന്താണെന്നും കോഷ്യന്റ് എന്താണെന്നും റിമൈൻഡർ എന്താണെന്നും ഡിവിഡൻഡ് എന്താണെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനൊരു ഡിവിഷൻ സം എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 25നെ സപ്പോസ് നിങ്ങൾ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ, 25നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കോഷ്യന്റ് എന്ത് കിട്ടും? അല്ലെ, 6 വരും. 25ൽ 4 എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ് ഉണ്ട്. 6 into 4 24 ആണ്. റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ 6നാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഷ്യന്റ് എന്ന് വിളിക്കുന്നത്. 6നാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഡിവൈഡ് ചെയ്യുന്ന 4നെ നമ്മൾ എന്ത് വിളിക്കും? ഡിവൈസർ എന്ന് വിളിക്കും അല്ലെ. 4നെ നമുക്ക് എന്ത് വിളിക്കാം? ഡിവൈസർ എന്ന് വിളിക്കാൻ പറ്റും. ഈ 25 ആണ് ഡിവിഷൻ ചെയ്യപ്പെടുന്ന ആൾ. ദാറ്റ് മീൻസ് ഡിവിഡൻഡ്. എന്താണ്? ഡിവിഡൻഡ്. 25 നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡിവിഡൻഡ് എന്ന് വിളിക്കാൻ പറ്റും. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. എന്താണ്? റിമൈൻഡർ ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 25നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 25നെ എനിക്ക് 6 into 4 അല്ലെ, 6 into 4 plus 1 എന്ന് എഴുതി കൂടെ അല്ലെ. 25 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 into 4 plus 1. അതായത്
ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അല്ലെ 25 എന്ന് പറഞ്ഞാൽ എന്താണ് ഡിവിഡൻഡ്. ഡിവിഡൻഡിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിവിഡൻഡ് ഇസ് ഇക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആണ് അല്ലെ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഞങ്ങളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് പറയുന്നുണ്ട്? ഡിവൈസർ എത്രയാണ്? 321 ആണ്, വിച്ച് ഇസ് ഇക്വൽ ടു 321 ഇൻറ്റു കോഷ്യന്റ് എത്രയാണ്? 11 ആണ്. കോഷ്യന്റ് എത്രയാണ്? 11 ആണ്. പ്ലസ് റിമൈൻഡർ എത്രയാണ്? 260. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിവിഡൻഡ് കിട്ടും. അപ്പൊ 321 ഇൻറ്റു 11 എത്രയാണ്? 321 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 135 എന്ന് വരും. 3531 ആണ് കിട്ടുക. പ്ലസ് 260 അല്ലെ. 3531 260 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3791 കിട്ടും. 3791. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പൊ ആലോചിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ഇതൊന്നും ആലോചിച്ച് വെക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് ചെയ്യാണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? In a division sum, the divisor is 10 times the quotient and 5 times the remainder. If the remainder is 48, the dividend is. എന്താണ്? ഒരു ഡിവിഷൻ സമ്മിൽ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 times the quotient. ഡിവൈസർ എന്ന് പറയുന്നതാണ് കോഷ്യന്റിന്റെ 10 ടൈംസ് ആണ്. അപ്പൊ വിച്ച് ഇസ് ഇക്വൽ ടു 10q എന്ന് എഴുതാൻ പറ്റും. ഡിവൈസർ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 10q എന്ന് എഴുതാൻ പറ്റും. ആൻഡ് 5 ടൈംസ് റിമൈൻഡർ, അതായത് ഡിവൈസർ എന്താണ്? റിമൈൻഡറിന്റെ 5 ടൈംസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 48 ആണെങ്കിൽ ഡിവിഡൻഡ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവിഡൻഡ് ഈസ് ഇക്വൽ ടു എന്താണ്? ഡിവിഡൻഡ് ഈസ് ഇക്വൽ ടു എന്താണ്? ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആണ്. ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആണ്. സോ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഡിവൈസർ 10q ആണ്. ഡിവൈസർ എന്ന് പറഞ്ഞാൽ 10 ടൈംസ് ഓഫ് ദി കോഷ്യൻ ആൻഡ് 5 ടൈംസ് ഓഫ് ദി റിമൈൻഡർ. റിമൈൻഡർ എത്രയാണ്? 48 ആണ്. റിമൈൻഡർ 48 ആണെങ്കിൽ ഡിവൈസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിവൈസർ ഇസ് ഇക്വൽ ടു 5 ഇൻറ്റു റിമൈൻഡർ ആണ്, വിച്ച് ഇസ് ഇക്വൽ ടു 5 ഇൻറ്റു 48. 5 ഇൻറ്റു 48 എത്രയാണ്? 240 അല്ലേ? ഓക്കെ, സോ ഡിവൈസർ എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 240 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഡിവൈസറും കോഷ്യന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 10 ടൈംസ് ഓഫ് ദി കോഷ്യന്റ് ആണ് എന്ന് പറയുന്നത് ഡിവൈസർ എന്ന് പറയുന്നത്. സോ 10q is equal to 240 എന്ന് എഴുതാം അല്ലെ. 10q is equal to 240 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ കോഷ്യന്റ് is equal to 240 divided by 10 which is equal to 24. q is equal എത്ര കിട്ടി? 24. സോ കോഷ്യന്റിന്റെ വാല്യൂ എത്ര കിട്ടി? 24 എന്ന് കിട്ടി. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആളെ മൊത്തത്തിൽ എന്ത് നോക്കാം? ഡിവൈസർ എത്രയാണ്? 240 ആണ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഡിവൈസർ 240 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്? കോഷ്യന്റ് എത്രയാണ്? കോഷ്യന്റ് 24 ആണ്. കോഷ്യന്റ് 24 ആണ്. റിമൈൻഡർ എത്രയാണ്? 48 ആണ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടുപിടിക്കേണ്ട ഡിവിഡൻഡ് കിട്ടും. വിച്ച് ഇസ് ഇക്വൽ ടു 240 ഇൻറ്റു 240 പ്ലസ് 48. എന്താണ് 240 ഇൻറ്റു 240 അല്ല, 240 ഇൻറ്റു 24 അല്ലെ. 240 ഇൻറ്റു 24 ആണ്. സോ എന്താണ് 240 ഇൻറ്റു 24? 24ന്റെ സ്ക്വയർ എത്രയാണ്? 576 അല്ലെ. 24ന്റെ സ്ക്വയർ 576 ആണ്. അങ്ങനെയാണെങ്കിൽ 240 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ 576ന്റെ കൂടെ ഒരു 0 കൂടി ആഡ് ചെയ്യാം. പ്ലസ് 48. ഓക്കെ, സോ നമ്മുടെ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ് വരുന്നത്. എല്ലാ ഓപ്ഷന്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ് കിട്ടുന്നത്. 576 അല്ലെ. അടുത്ത് എന്ത് കിട്ടും? 6 പ്ലസ് 4 10, റിമൈൻഡർ ബാക്കി 1, 8, 5808. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ആൻസർ എന്താണ്? 5808 ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഈക്വേഷൻ ഓർക്കുക, ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ നമ്പർ when divided successively by 4 and 5 leaves the remainder 1 and 4 respectively. When it is successively divided by 5 and 4, the respective remainder will be.
അതായത് ഒരു നമ്പർ ഫോറിനെ കൊണ്ടും 5നെ കൊണ്ടും സക്സസീവ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്രയാന്ന് കിട്ടിയിട്ടുണ്ട് 1 and 4 ആന്ന് പറയുന്നുണ്ട്. എന്താണ് സക്സസീവ് ഡിവിഷൻ എന്ന് പറയുന്നത്? എന്താ സക്സസീവ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 45നെ സക്സസീവ് ആയിട്ട് 3നെ കൊണ്ടും 4നെ കൊണ്ടും 3നെ കൊണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. അപ്പൊ 45നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 45നെ 3 അല്ല 4നെ കൊണ്ട് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നുകൂടി പറയാം. 45നെ 45നെ സക്സസീവ് ആയിട്ട് 4നെ കൊണ്ടും 3നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 45നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 45ൽ 4 എത്ര ടൈംസ് ഉണ്ട്? നമുക്കറിയാം 11 into 4 44 ആണെന്നറിയാം. സോ റിമൈൻഡർ എന്താ കിട്ടും? 1 എന്ന് കിട്ടും. സോ സക്സസീവ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിവിഷൻ കഴിഞ്ഞ് കിട്ടുന്ന കോഷ്യന്റിനെ എന്ത് ചെയ്യണം? അടുത്ത ആരിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അയാളെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ 11നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3നെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ 11നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 into 3 9 ആണ്. റിമൈൻഡർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സോ അതായത് 45നെ 4നെ കൊണ്ടും 3നെ കൊണ്ടും സക്സസീവ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എന്തൊക്കെയാണ്? 1ഉം 2 ആണെന്നും മനസ്സിലായിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതോ ഒരു നമ്പറിനെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എത്രയാണ്? 1 ആണ്. 5നെ കൊണ്ട് നെക്സ്റ്റ് അതിനെ സക്സസീവ്ലി 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ആ നമ്പറിനെ 5നെ കൊണ്ടും 4നെ കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കിവിടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലോട്ട് പോകണം അല്ലെ. ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും? അസ്യൂം ചെയ്യാൻ പറ്റും. സോ ഇവിടുത്തെ കേസിൽ ഇത് ഡിവൈസർ ആണ്, ഇതെന്താണ്? റിമൈൻഡർ ആണ്. ഏതോ ഒരു നമ്പറിനെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എത്രയാണ്? 4 ആണ്. ഏതാണടാ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 4 കിട്ടുന്ന നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? 9 ആയിരിക്കും. സപ്പോസ് നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. ഓക്കെ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത നമ്പർ കിട്ടണം അല്ലെ. ഈ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു നമ്പറിനെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. അതിൽ വരുന്ന കോഷ്യന്റ് ആണ് എന്തെന്ന് പറയുന്നത്? 9 എന്ന് പറയുന്നത് അല്ലെ. സോ ഇവിടുത്തെ കേസ് നോക്കാം. 45നെ ആദ്യം 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യന്റ് എന്ത് കിട്ടി? 11 കിട്ടി. ആ 11 ആണ് രണ്ടാമത്തെ ഡിവിഷൻ സമ്മിലെ ഡിവൈഡന്റ് എന്ന് പറയുന്നത്. ആ 11നെ രണ്ടാമത്തെ കേസിൽ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന കോഷ്യന്റ് 3 ആണ്. റിമൈൻഡർ 2 ആണ്. സോ ഇവിടുത്തെ കേസിൽ നമ്മൾ അവസാനത്ത് നിന്ന് ഫസ്റ്റിലോട്ട് പോകുമ്പോൾ ഈ ഫസ്റ്റ് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ 4 ആണ്. അപ്പൊ 5നെ കൊണ്ട് ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 റിമൈൻഡർ കിട്ടാം. നമുക്ക് അറിയുന്ന ഒരു നമ്പർ എന്താണ്? ഈസി ആയിട്ട് അറിയുന്ന നമ്പർ 9 ആണ്. സോ ഈ 9 ആണ് ഫസ്റ്റ് ഡിവിഷൻ സമ്മിലെ കോഷ്യന്റ് എന്ന് പറയുന്നത്. ഏതുപോലെ? ഈ റിലേഷൻ പോലെ. ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. ഫസ്റ്റ് ഡിവിഷൻ സമ്മിലെ കോഷ്യന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡിവിഡന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 9 into 4 plus 1 ചെയ്താൽ പോരെ അല്ലെ. 9 into 4 plus 1 എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. 36 9 into 4 36 plus 1 37 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 9നെ 36ലെ 37നെ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പർ എന്താണ്? 37 ആണ് അല്ലെ. സോ നമ്മുടെ ഈ നമ്പർ എന്താണ്? ഗിവൻ നമ്പർ ആണ് 37. ഈ 37നെ ആദ്യം 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസീവ് ആയിട്ട് 4നെ കൊണ്ടും 5നെ കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് കിട്ടും? 1ഉം 4ഉം കിട്ടും അല്ലെ. 1ഉം കിട്ടി. എന്ത് കിട്ടും? 9നെ 4നെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4ഉം കിട്ടും. ഇപ്പൊ നമ്പർ കിട്ടി എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ 37നെ എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആദ്യം സക്സസീവ്ലി ഡിവൈഡഡ് ബൈ 5 and 4 ആണ്. ആദ്യം 5നെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യും. സോ 7നെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7 into 5 35 ആണ്. റിമൈൻഡർ എന്താ കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. സോ ഫസ്റ്റ് റിമൈൻഡർ എന്താണ്? 2 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത നമുക്ക് എന്താണ്? ഈ 7നെ നമുക്ക് വീണ്ടും 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 into 4 4 ആണ്. റിമൈൻഡർ എന്ത് കിട്ടും? 3 കിട്ടും. സോ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. ഓപ്ഷൻ 2 3. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ.
ഓക്കെ, സിമ്പിൾ സാധനമാണ്, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുണ്ട്. അടുത്ത കേസ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, ഇതൊന്നും ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ കേസിൽ ഇങ്ങനെ ഡിവൈസർ ചെയ്താ റിമൈൻഡർ ചെയ്താ 4ഉം 5ഉം ഡിവൈസർ, റിമൈൻഡർ 1ഉം 4ഉം. ആദ്യത്തെ കേസ് നോക്കുക, 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ കിട്ടുന്ന റിമൈൻഡർ 4 ഒക്കെ നമ്പർ എന്താണ്, 9 ആണ്. അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 9 into 4 36, 36 plus 1 37. സോ നമ്മുടെ നമ്പർ എന്താണ്, 37 ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, ഇതായിരിക്കും സിമ്പിൾ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? 4:61 plus 4:62 plus 4:63 plus 4:64 is divisible by. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ 2:71 2:72 ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം. അപ്പം 4:61 plus 4:62 plus 4:63 plus 4:64. സോ ഇവിടെ നമ്മൾ ആരെ പുറത്തേക്ക് എടുക്കും, 4:61 കോമൺ ആക്കി എടുക്കും. എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, 1 പ്ലസ് ഇവിടെ എന്ത് വരും, 4:61 62 ഒരു 4:61 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരും, ഒരു 4 ബാക്കി വരും. ഇവിടെ 4 സ്ക്വയർ ബാക്കി വരും, ഇവിടെ 4 ക്യൂബ് ബാക്കി വരും. which is equal to 4:61 plus 4:61 into 1 plus 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 60, 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 64. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4:61 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 20 plus 65 85 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ നമ്പർ എന്തായിട്ട് മാറി, ഇപ്പം 4:61 into 85 ആയിട്ട് മാറി. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 85ന്റെ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് 85 നമുക്ക് എങ്ങനെ ഇതൊക്കെ എഴുതാൻ പറ്റും അല്ലെ, 85 എന്ന് പറഞ്ഞാൽ 1 into 85 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ 5 into 17 എന്താണ്, 85 ആണ്. സോ ഈ നമ്പർ എന്തിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിരിക്കും, 1 85 5 17ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. അതായത് 4:61 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 4:60 into 4 എന്ന് എഴുതാൻ പറ്റും, into 85 കൂടി. 4:60 into 4 into 85, 4ന്റെ ഡബിളിന്റെ ഡബിൾ എടുക്കുക. അപ്പം എന്ത് കിട്ടും, 170 340 എന്ന് കിട്ടും. ഓക്കെ, സോ 340 നമുക്കറിയാം, 340 ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരുന്നുണ്ട്, 0 വരുന്നുണ്ട് അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും, 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്താണ്, 10ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെ. സോ ഈ നമ്പർ എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്, 10ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഞാനൊരു കാര്യം പറയാം, ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം 10ന്റെ റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ നമ്പർ എന്തായിരിക്കണം, ലാസ്റ്റ് ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും, 10നെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അത് പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാതിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 18. താഴെ തന്നിരിക്കുന്ന നമ്പറിൽ 18നെ കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത നമ്പർ ഏതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 18ന്റെ റൂൾ എന്ന് പറയുമ്പോൾ 18 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, 1 into 18 എഴുതാൻ പറ്റും, 2 into 9 എഴുതാൻ പറ്റും, 3 into 6 എഴുതാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് എന്തായിരിക്കണം, റൂളിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന നമ്പേഴ്സ് എന്തായിരിക്കണം, കോ പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. 1ഉം 18ഉം കോ പ്രൈം ആണ്, പക്ഷെ സെലക്ട് ചെയ്ത് നമുക്ക് കാര്യമില്ല അല്ലെ. 3ഉം 6ഉം എന്തല്ല, കോ പ്രൈം അല്ല, അതും സെലക്ട് ചെയ്യേണ്ട. സോ ഒരു നമ്പർ 18ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അതെന്തായിരിക്കണം, 2ന്റെയും 9ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരു നമ്പർ 18ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അയാൾ എന്തായിരിക്കണം, 2ന്റെയും 9ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെക്ക് ചെയ്യാം, ഏതൊക്കെ നമ്പേഴ്സ് ആണ് 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലാത്തതുണ്ടെങ്കിൽ അയാൾ എന്തല്ല, 8ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഇവിടുത്തെ കേസിൽ ഈവൻ നമ്പർ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈവൻ നമ്പർ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈവൻ നമ്പർ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈവൻ നമ്പർ അല്ല, ഇയാൾ എന്തല്ല, 2ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇയാൾ 2ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അയാൾ എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല, 8ന്റെ മൾട്ടിപ്പിൾ അല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോട്ട് ഡിവിസിബിൾ ബൈ 18 ആണ്. സോ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി സപ്പോസ് ഈ ഇപ്പൊ ലാസ്റ്റ് താളും 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്തും കൂടി നോക്കണം, 9 റൂളും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം 8ന്റെ റൂൾ എന്ന് പറഞ്ഞാൽ 2ന്റെയും 9ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും, 18ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് ഇതിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒന്ന് വായിച്ചു നോക്കിയേ. If two numbers are each divided by the same divisor, the remainder are respectively
3 and 4. If the sum of the two numbers is divided by the same divisor, the remainder is 2. The divisor is. അതായത് രണ്ട് നമ്പേഴ്സും സെയിം ഡിവൈസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന റിമൈൻഡേഴ്സ് ഇതൊക്കെയാണ് 3ഉം 4 ആണ്. ഇനി ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് അതേ ഡിവൈസറിനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തപ്പം കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിവൈസർ ഏതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പറിനാണ് എന്ത് വിളിക്കുന്നത്? ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഡിവൈസറാണ് നമുക്ക് അല്ലെ. അപ്പൊ നമുക്ക് ഗിവൺ നമ്പർ ആ 2 നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്, ആ നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡിവിഡൻഡ് ഇസ് ഇക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് നമ്പർ അല്ലെ എന്താണ്? n1. n1നെ ഏതോ ഒരു ഡിവൈസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആ ഡിവൈസറിനെ ഡി എന്ന് വിളിച്ചു. കിട്ടിയിരിക്കുന്ന കോഷ്യന്റ് എ ആണെങ്കിൽ റിമൈൻഡർ എത്രയാണ്? 3 ആണ്. ഫസ്റ്റ് റിമൈൻഡർ എത്രയാണ്? 3 ആണ്. അപ്പം +3. രണ്ടാമത്തെ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതേ ഡിവൈസർ തന്നെയാണ്, കോഷ്യന്റ് വേറെ ആയിരിക്കും ബി, പ്ലസ് റിമൈൻഡർ എത്ര എന്നാ കിട്ടിയിരിക്കുന്നത്? 4 എന്നാ കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ സം എടുത്തു. ഈ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ? ഡി എ പ്ലസ് ഡി ബി വിച്ച് ഇസ് ഇക്വൽ ടു ഡി കോമൺ ആക്കി വരുമ്പോൾ ഡി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് 3 + 4 എന്ത് കിട്ടും? 5, 7 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനെ ഇതേ ഡിവൈസറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടുത്തെ റിമൈൻഡർ ശരിക്കും എന്താണ്? 2 ആണ്. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേ, ഡി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് 5 + 2 ഡിവൈഡഡ് ബൈ ഡി അല്ലെ. 7 ഞാൻ അങ്ങനെ എഴുതി, 5 + 2 എന്ന് എഴുതി. എന്തുകൊണ്ടാണ് ഞാൻ 5 + 2 എന്ന് എഴുതിയത്? രണ്ടാമത്തെ കേസിൽ ആ നമ്പറിന്റെ സമ്മിനെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എത്രയാണ്? 2 ആണ്. ആ റിമൈൻഡർ ആണ് ഈ 2. ഓക്കെ, സോ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഡി ബൈ എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 പ്ലസ് 5 ബൈ ഡി ഡിവൈഡ് ബൈ 2 ബൈ ഡി. നമുക്കറിയാം ഇത് ഡിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടുത്തെ റിമൈൻഡർ എന്താണ്? 0 ആണ്. ഇവിടെ റിമൈൻഡർ എന്ത് കിട്ടിയെന്ന് പറയുന്നുണ്ട്? 2 ആണ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിമൈൻഡർ നമുക്ക് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ നമ്മുടെ നമ്പർ എന്തായിരിക്കും? സോറി, നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ഡിവൈസർ എന്ന് പറയുന്നത് 5നെ കൊണ്ട് ഡിവൈഡ്, നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിവൈസർ എന്താ കിട്ടുന്നത്? 5 ആയിരിക്കും. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് റിമൈൻഡർ തേറം അറിയണമെന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മെത്തേഡ് മനസ്സിലായിട്ടില്ലെങ്കിൽ, സപ്പോസ് ഞാൻ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ റിമൈൻഡർ 3 ആണ്, അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിവൈസർ കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. R1 + R2 - R3 ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടുത്തെ കേസിൽ R1 3 ആണ്, R2 4 ആണ്, R3 എന്താണ്? 2 ആണ്. വിച്ച് ഇസ് ഇക്വൽ ടു 3 + 4 - 2 വിച്ച് ഇസ് ഇക്വൽ എന്ത് കിട്ടും? 7 - 2 എന്ത് കിട്ടും? 5 കിട്ടും. റിവൈസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 5 ലീവ്സ് റിമൈൻഡർ 3. ഒരു നമ്പർ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 3 ആണ്. വാട്ട് ഇസ് ദ നമ്പർ വെൻ ദ സ്ക്വയർ ഓഫ് ദി സെയിം നമ്പർ ഡിവൈഡഡ് ബൈ 5? അതായത് ആ നമ്പറിന്റെ സ്ക്വയർ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ഒരു നമ്പറിനെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 3 ആണ്. ആ നമ്പറിന്റെ സ്ക്വയറിനെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് നമ്പർ ആണ് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 3 കിട്ടുന്ന ഒരു നമ്പർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെ 8 ആണ്. അല്ലെ 8നെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് കിട്ടും? 3 കിട്ടും. ഓക്കെ, ഇനി 8ന്റെ സ്ക്വയർ അല്ലെ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ, ദാറ്റ് മീൻസ് 8ന്റെ സ്ക്വയർ എന്താണ്? 64 ആണ്. 64നെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്താ കിട്ടുക? 64നെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 × 5 60 ആണ്. റിമൈൻഡർ എന്ത് കിട്ടുന്നുണ്ട്? 4 കിട്ടുന്നുണ്ട്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എന്താണ് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി. സോ ഇവിടുത്തെ കേസിൽ ആദ്യത്തെ റിമൈൻഡർ എത്രയാണ്, 3 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ നിങ്ങൾ എന്തെടുക്കുക, റിമൈൻഡറിന്റെ സ്ക്വയർ എടുക്കുക. അപ്പം 3 സ്ക്വയർ എന്ത് കിട്ടും, 9 കിട്ടും. ആ 9നെ ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 5നെ കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 9നെ 5നെ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ തന്നെ കിട്ടുന്നുള്ളൂ, 4 തന്നെ കിട്ടുള്ളൂ. ആൻസർ തന്നെ ഓപ്ഷൻ ഡി തന്നെ കിട്ടും. കുറച്ചും കൂടി സിമ്പിൾ ആയല്ലോ. വെറുതെ നമ്പർ ഒക്കെ നമുക്ക് എന്താ എടുക്കേണ്ട, ഒരു നമ്പർ അസ്യൂം ചെയ്യാനൊന്നും ആവശ്യമില്ല. എന്തായത് ആദ്യത്തെ റിമൈൻഡറിനെ ഞാൻ സെലക്ട് ചെയ്തു. അടുത്ത കേസ് എന്താ പറഞ്ഞത്, ആ നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ റിമൈൻഡറിന്റെ സ്ക്വയർ എടുക്കുക, 3ന്റെ സ്ക്വയർ 9. ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യത്തെ റിമൈൻഡറിന്റെ സ്ക്വയറിനെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ റിമൈൻഡർ എന്ത് കിട്ടും, 4 കിട്ടും. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നോക്കിയേ, when a number is divided by 387, the remainder is 40. Remainder obtained is 48. If the same number is divided by 43, the remainder obtained will be. അതായത് ഒരു നമ്പറിനെ 387നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്, 48 ആണ്. ആ സെയിം നമ്പർ 43നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ നേരത്തെ കേസ് പോലെ തന്നെ റിമൈൻഡർ എന്താ, ഫസ്റ്റ് റിമൈൻഡർ എത്ര, 48 ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ആ സെയിം നമ്പർ, ദാറ്റ് മീൻസ് 48നെ തന്നെ എന്തുകൊണ്ട് 43നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പൊ 48നെ 43നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 48നെ 43 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്, 5 ആണ് നമുക്കറിയാം. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. സോ മറ്റേ നമ്മൾ നമ്പർ അസ്യൂം ചെയ്യുന്ന കേസ് ആ മെത്തേഡിൽ പോവുകയാണെങ്കിൽ വലിയ നമ്പർ ചെയ്യുമ്പോൾ വലിയ നമ്പർ വരും. ഇതേപോലെ 387 ഒക്കെ വരുമ്പോൾ നമ്മുടെ നമ്പർ അസ്യൂം ചെയ്യുമ്പോൾ 387 പ്ലസ് 48, അപ്പോൾ വലിയ നമ്പറിലോട്ട് പോകും. അതിന്റെ സ്ക്വയർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടി നല്ലത് എന്താണ്, ഇതേപോലെ ഫസ്റ്റ് റിമൈൻഡർ കൺസിഡർ ചെയ്യുക, അത് അടുത്തതിലോട്ട് പോവുക, ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 2 numbers when divided by 17 leaves remainder 13 and 11 respectively. If the sum of those two numbers is divided by 17, the remainder will be. അല്ലെ, രണ്ട് നമ്പേഴ്സിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയിരിക്കുന്ന റിമൈൻഡേഴ്സ് എത്രയാണ്, 13ഉം 11ഉം ആണ്. ആ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് വീണ്ടും 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അല്ലെ, 3ഉം 4ഉം റിമൈൻഡർ വരുന്ന കേസ്. സോ അവിടെ എന്താ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈസർ എന്ന് പറയുമ്പോൾ R1 പ്ലസ് R2 മൈനസ് R3 ആണ്. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡിവൈസർ തന്നിട്ടുണ്ട്, അത് എത്രയാണ്, 17 ആണ്. ഈക്വൽ ടു എന്താണ്, ഫസ്റ്റ് റിമൈൻഡർ എത്രയാണ്, 13 ആണ്. സെക്കൻഡ് റിമൈൻഡർ എത്രയാണ്, 11 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R3 നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ R3 is equal എന്ത് വരും, 17 is equal to ഇത് എത്രയാണ്, 13 പ്ലസ് 11 എത്രയാണ്, 24 ആണ്. 24 മൈനസ് R3, ദാറ്റ് R3 is equal to നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, 24 മൈനസ് 17. 24 17 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും, 7 കിട്ടും. സോ അടുത്ത ലാസ്റ്റ് വരുന്ന റിമൈൻഡർ എത്രയാണ്, 7 ആണ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇക്വേഷൻ നല്ലോണം ഓർത്ത് വെക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ. ഡിവൈസർ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 മൈനസ് R3. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കാര്യം പഠിക്കാനുണ്ട്. നോക്കുക, a raised to n plus b raised to n. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, a raised to n plus b raised to n. n ഓഡ് ആണെങ്കിൽ a raised to n plus b raised to n എന്തായിരിക്കും, a plus b നെ കൊണ്ട് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും. ഒന്നും കൂടി പറയാം, a raised to n plus b raised to n. അവിടെ n ഓഡ് ആണെങ്കിൽ ആ നമ്പർ, അതായത് ഈ എക്സ്പ്രഷൻ എന്തായിരിക്കും, a plus b നെ കൊണ്ട് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും. ഇനി സപ്പോസ് a raised to n minus b raised to n ആണെങ്കിൽ, a raised to n minus b raised to n, അവിടെ n odd ആണെങ്കിൽ this is divisible by a minus b. എന്താണ്, a raised to n minus b raised to n. n odd ആണെങ്കിൽ a raised to n b raised to n എന്തായിരിക്കും, a minus b നെ കൊണ്ട് എന്തായിരിക്കും, divisible ആയിരിക്കും. ഞാൻ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ a raised to n minus b raised to n, a raised to n minus b raised to n. n ഈവൻ ആണെങ്കിൽ എന്തായിരിക്കും, ഇതെന്ന് പറയുന്നത് ബോത്ത്
എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബിനെ കൊണ്ട് എന്തായിരിക്കും ഡിവിസിബിൾ ആയിരിക്കും. എന്തായിരിക്കും എ റേസ് ടു എൻ ബി റേസ് മൈനസ് ബി റേസ് ടു എൻ എന്തായിരിക്കും എ പ്ലസ് ബിനെ കൊണ്ടും എ മൈനസ് ബിനെ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും എപ്പോൾ എൻ ഈവൻ ആണെങ്കിൽ. വേണമെങ്കിൽ ഇത് നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബിനെ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും എ മൈനസ് ബിനെ കൊണ്ടും എന്തായിരിക്കും ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചാൽ. അടുത്തത് എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ. എൻ ഈവൻ ആണെങ്കിൽ എൻ ഓഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എ പ്ലസ് ബിനെ കൊണ്ട് ഡിവിസിബിൾ എന്ന് പറയാൻ പറ്റും. ഇനി എൻ ഈവൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല cannot be determined. എന്തിനെ കൊണ്ട് നമുക്ക് ഡിവിസിബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഒന്നും കൂടി പറയാം. എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ എൻ ഓഡ് ആണെങ്കിൽ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ എ പ്ലസ് ബി. എ റേസ് ടു എൻ മൈനസ് ബി റേസ് ടു എൻ എൻ ഓഡ് ആണെങ്കിൽ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ എ മൈനസ് ബി. ഓക്കെ, എ റേസ് ടു എൻ മൈനസ് ബി റേസ് ടു എൻ എൻ ഈവൻ ആണെങ്കിൽ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ ബോത്ത് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. ഇനി എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ എൻ ഈവൻ ആണെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യാം. എൻ ഈവൻ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലോ? ഇത് വെച്ചിട്ട് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യുക മുന്നിൽ വെക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് ബൈ 23 raised to 3 plus 31 cube is divided by 54. അതായത് ഇയാളെ 54നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമുക്ക് ഓർമ്മ ഉണ്ട്, തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ. എൻ ഓഡ് ആണെങ്കിൽ അല്ലെ, എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ എൻ ഓഡ് ആണെങ്കിൽ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് ബിനെ കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഇവിടുത്തെ കേസിൽ 23 raised to 3 plus 31 raised to 3. ഇവിടെ n എന്താണ് ഓഡ് അല്ലേ അല്ലെ, എന്നിന് പകരം 3 ആണ് വന്നത്, n ഓഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാള് എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും 23 അല്ലെ, എ പ്ലസ് ബിനെ കൊണ്ട് ഡിവിസിബിൾ ആണ്. ദാറ്റ് മീൻസ് 23 പ്ലസ് 31നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 23 പ്ലസ് 31 എത്ര കിട്ടുന്നത് 54 ആണ്. ദാറ്റ് മീൻസ് this is divisible by 54. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എന്തായിരിക്കും 0 ആയിരിക്കും. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പം നോട്ട് ചെയ്ത് വെക്കുക, എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ എൻ ഓഡ് ആണെങ്കിൽ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ എ പ്ലസ് ബി. ക്ലിയർ ആയല്ലോ? സംഭവം മനസ്സിലായല്ലോ? ഓക്കെ ആയിട്ടുണ്ടാവല്ലോ? നെക്സ്റ്റ് ഇതിലോട്ട് പോവാണ്. എന്താ നെക്സ്റ്റ് എന്ന് പറയുന്നത് 19 raised to 5 plus 21 raised to 5 is divisible by. ഇയാള് എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തത്. നേരത്തെ അതേ സാധനം തന്നെയാണ്. എന്താണ് റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ. എൻ എന്താണ് ഓഡ് ആണെങ്കിൽ, എൻ ഓഡ് ആണെങ്കിൽ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ എ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ എന്താണ് 19 raised to 5 plus 21 raised to 5. ഇത് എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും 19 പ്ലസ് 21നെ കൊണ്ട് എന്തായിരിക്കും ഡിവിസിബിൾ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ എന്താണ് n എന്താണ് 5 ആണ്. n ഈസ് എ ഓഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിനെ കൊണ്ട് എന്താണ് ഡിവിസിബിൾ ആണ്. സോ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 19 പ്ലസ് 21 എത്രയാണ് 40 ആണ്. ഓക്കെ, സോ ഇയാള് അല്ലെ 90 raised to 5 plus 21 raised to 5 എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണ് 40നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു നമ്പർ 40നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അയാൾ എന്തിനെ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും അല്ലെ. 40നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അത് 40 എന്ന് പറയുമ്പോൾ 10 into 4 എന്ന് എഴുതാം അല്ലെ, 20 into 2 എന്ന് എഴുതാം. സോ ഒരു നമ്പർ 40നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും 10നെ കൊണ്ടും 20നെ കൊണ്ട് എന്തായിരിക്കും ഡിവിസിബിൾ ആയിരിക്കും. സോ ആൻസർ എന്താണ് ബോത്ത് 10 and 20. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ 40നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. 40നെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അയാൾ എന്തായിരിക്കും 10നെ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും, 20നെ കൊണ്ട് എന്തായിരിക്കും ഡിവിസിബിൾ ആയിരിക്കും അല്ലെ. ഓൺലി 10 എന്നോ ഓൺലി 20 എന്നോ പറയാൻ പറ്റില്ല. സോ ആൻസർ എന്താണ് ബോത്ത് 10 and 20 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് എ ഈസ് ഈക്വൽ ടു 7 ബി ഈസ് ഈക്വൽ ടു 3 then a raised to 5 plus b raised to 5 is divisible by. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ n എന്താണ് ഓഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ എന്താണ് എ പ്ലസ് ബി ഓൺലി. എന്തായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എ പ്ലസ് ബിനെ കൊണ്ട് മാത്രമേ എന്താകുള്ളൂ ഡിവിസിബിൾ ആകുള്ളൂ. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. എ റേസ് ടു എൻ പ്ലസ് ബി റേസ് ടു എൻ
n ഓഡ് ആണെങ്കിൽ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ a plus b ഓൺലി. n ഈവൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതെന്താന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the remainder when 8 raised to 101 minus 3 raised to 101 is divided by 5. നമുക്കറിയാം a raised to n minus b raised to n. n ഓഡ് ആണെങ്കിൽ എന്താണ് റൂള് ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ. a raised to n minus b raised to n. n ഓഡ് ആണെങ്കിൽ which is divisible by a minus b. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് അല്ലെ, ഇത് എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, a മൈനസ് ബിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. സോ ഇവിടെ n പകരം എന്താ വന്നിട്ടുള്ളത്, 101 ആണ് വന്നിട്ടുള്ളത്. സോ ഇയാൾ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, a മൈനസ് ബി. ദാറ്റ് മീൻസ് 8 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 5 കൊണ്ട് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും. 5 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് ഇവിടുത്തെ റിമൈൻഡർ എന്താണ്, 0 ആണ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആണ്, ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാണ്. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, which of the following is always divisible by a minus b. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എപ്പോഴും a മൈനസ് ബിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കുന്ന ആളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോ ഓപ്ഷൻ നമുക്ക് എന്ത് എടുത്തു നോക്കാം. നമുക്കറിയാം a raised to n plus b raised to n. n ഈവൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് എന്തിനെ കൊണ്ടാണ് ഡിവിസിബിൾ എന്ന് പറയാൻ പറ്റില്ല. അത് എന്താണ്, കനോട്ട് ബി ഡിറ്റർമിൻ. കറക്റ്റ് എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇനി സപ്പോസ് a raised to n minus b raised to n. n ഓഡ് ആണെങ്കിൽ അല്ലെ, n ഓഡ് ആണെങ്കിൽ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണ്, a മൈനസ് ബിനെ കൊണ്ട് എന്താണ് ഡിവിസിബിൾ ആണ്. n ഓഡ് ആണെങ്കിൽ അയാൾ എന്തായിരിക്കും, a മൈനസ് ബിനെ കൊണ്ട് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും. ഇനി n ഈവൻ ആണെങ്കിലോ, n ഈവൻ ആണെങ്കിൽ ഇയാൾ എന്തായിരിക്കും, a പ്ലസ് ബിനെ കൊണ്ടും a മൈനസ് ബിനെ കൊണ്ട് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ നമ്മൾ ഇവിടെ എന്താ വരുന്നത്, എപ്പോഴും നമുക്ക് a മൈനസ് ബി അല്ലെ, എപ്പോഴും തന്നിരിക്കുന്ന ഓപ്ഷനിൽ എപ്പോഴും a മൈനസ് ബിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കുന്ന ആളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. സോ a raised to n മൈനസ് b raised to n. n ഓഡോ ഈവൺ ആണെങ്കിൽ, a മൈനസ് ബിനെ കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. n ഈവൺ ആണെങ്കിൽ എന്തിനെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്, a മൈനസ് ബിനെ കൊണ്ട് എന്താണ് ഡിവിസിബിൾ ആണ്. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ സിനെ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. a raised to n പ്ലസ് ബി റേസ് ടു n ഓഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എപ്പോഴും എന്തിനെ കൊണ്ടാണ് ഡിവിസിബിൾ ആവുക, a പ്ലസ് ബിനെ കൊണ്ടാണ് ഡിവിസിബിൾ ആവുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a മൈനസ് ബിനെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ആളാണ് കണ്ടുപിടിക്കുന്നത്. സോ അതെന്താണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇന്ന് നമ്മൾ ഡിവിസിബിലിറ്റി റൂളിന്റെ ബേസിക്സ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ ബാക്കി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.